കേരളത്തിൽ നിന്നും ഒരേ സമയം വേദനാജനകവും നിരാശ നിറക്കുന്നതുമായ ഷോക്കിംഗ് ഇൻസിഡൻസിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സുകളിലും ചർച്ചകളിലുമൊക്കെ 90s കിഡ്സ് 2K കിഡ്സ് എന്നൊക്കെ വേർതിരിച്ചിട്ടുള്ള അനാലിസിസുകളുമൊക്കെ നടക്കുന്നുണ്ട്. സിനിമ, ലഹരി എന്നൊക്കെയുള്ള കാരണങ്ങളെപ്പറ്റിയും ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർദ്ധിത കുറ്റകൃത്യങ്ങളുടെയോ ക്രിമിനൽ പ്രവണതകളുടെയോ പേരിൽ 2000-ന് ശേഷം ജനിച്ച തലമുറയെ ഒന്നാകെ ജനറലൈസ് ചെയ്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഒട്ടും ഗുണകരമാവില്ല എന്നതാണ്. സമൂഹത്തിൽ ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, എഴുതുന്ന, വായിക്കുന്ന, സൊസൈറ്റിയെ ലീഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരുപാട് 2K കിഡ്സിനെ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നമില്ല എന്നല്ല, നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ശരിയായ കാരണങ്ങൾ സോർട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നതും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് ജനിച്ചു വീണ ഈ കൗമാരക്കാർ പലതരം കണ്ടന്റുകൾക്ക് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. കണ്ടന്റുകളുടെ ഓവർലോഡ് ഉണ്ടാവുന്നുണ്ട്. പലതരം ഗ്ലോറിഫിക്കേഷനുകൾ, ഫൈറ്റുകൾ, അഭിരമിക്കലുകൾ. ഒരു പാരലൽ സ്പേസ് എന്നോണം അവിടെ നടക്കുന്നത് എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാനാകുന്നില്ല. നമ്മുടെ അൽഗോരിതം നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 2K കിഡ്സിൻ്റെ ഇടപെടലുകളിലും ഇൻ്ററാക്ഷൻസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ്. സാധാരണ AI ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ബ്ലാക്ക് ബോക്സ് അൽഗോരിതം. ഒരു AI ടെക്നോളജി തരുന്ന ഒരു ഔട്ട്പുട്ട് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ യുവാക്കളുടെ, കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ പറ്റി, അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥകളെ പറ്റി, അവരുടെ മനോവ്യാപാരങ്ങളെ പറ്റി പലപ്പോഴും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ജനറേഷൻ്റെ പേരിട്ട് അവരെ ലേബൽ ചെയ്യുന്ന സമയത്ത് ഈ അന്തരം പിന്നെയും കൂടുന്നു, എക്സ്പ്ലെയിനബിലിറ്റി വീണ്ടും കുറയുന്നു. സോ ഈ ഒരു ഏരിയയിൽ ഒരു ഇന്റർവെൻഷൻ വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എറിക് എറിക്സൺ കൗമാര കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് ഇറ്റ് ഇസ് എ സ്റ്റേജ് ഓഫ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളതാണ്. പലതരം കൺഫ്യൂഷൻസിന്റെയും കോൺഫ്ലിക്റ്റിന്റെയും സംഘർഷങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഒരു സ്റ്റാൻഡ് ക്ലിയർ ആകുമ്പോഴാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ പറയുന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സിസ്റ്റംസിൻ്റെയും ഒക്കെ ഇൻ്റർവെൻഷൻ, അവരുടെയൊക്കെ ഇടപെടലുകൾ, അവരുടെയൊക്കെ ചേർത്ത് നിർത്തലുകൾ വളരെ പ്രാധാന്യമുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് അടുക്കാനാകുന്നില്ലെങ്കിൽ, നമ്മൾ അടുപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഇടപെടലുകൾക്ക്, നമ്മുടെ ഇൻ്റർവെൻഷന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ സിസ്റ്റംസിൻ്റെയും റോൾ ഒട്ടും ചെറുതല്ല എന്ന് പറയുമ്പോഴും ഈ സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അപ്ഡേറ്റ് ബട്ടൺ അമർത്തേണ്ട ഹൈ ടൈമാണെന്നാണ് തോന്നുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.